ചൂതാട്ടത്തിൽ രാജവും ദ്രൗപദിയും കൗരവർക്ക് അടിയറ വെച്ചതിനെ തുടർന്ന് പാണ്ഡവർക്ക് 12 വർഷം വനവാസം നേരിടേണ്ടി വന്നു. ഈ വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ എത്തിപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥലം നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലുണ്ട്. ഇവിടെ വെച്ച് അർജുനൻ തപസ് അനുഷ്ഠിക്കുകയും ശിവന്റെ അനുഗ്രഹം നേടിയെന്നാണ് വിശ്വാസം. ഇന്നും ശിവന്റെ അനുഗ്രഹം തേടി ഒരു പുതിയ തുടക്കത്തിനായി അനേക ആളുകൾ ഇവിടെ മല കയറി വരുന്നു. ഈ ഒരു മലയ്ക്ക് വിദൂര കാഴ്ചയിൽ ശിവലിംഗത്തിനോട് സാമ്യമുള്ളതുകൊണ്ട് ശിവലിംഗമായി കണ്ടു തന്നെ ഈ മല ആരാധിക്കപ്പെടുന്നു. പാണ്ഡവർ തന്നെ നിർമ്മിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്ന ചെറിയ അമ്പലങ്ങളും ഗുഹകളും ഇപ്പോഴും ഈ മലയിലുണ്ട്. ഈ അമ്പലം നിലകൊള്ളുന്ന 3125 അടി ഉയരമുള്ള സൗത്ത് ഇന്ത്യയിലെ ഹയർ ഫോർട്ട് എന്ന് വിശേഷിക്കപ്പെടുന്ന കൊണ്ടരങ്ങി മലയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഒടൻചത്രത്തിനടുത്തുള്ള കീരന്നൂർ ഗ്രാമത്തിലാണ് കൊണ്ടരങ്ങി മല സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ടൗണിൽ നിന്ന് എല്ലാ ദിവസവും വെളുപ്പിനെ 12:35 എടുക്കുന്ന അമൃത എക്സ്പ്രസ്സിലായിരുന്നു ഈ ഒരു യാത്ര. പാലക്കാടും പളനിയെല്ലാം കടന്നാണ് ഈ ഒരു ട്രെയിൻ പോകുന്നത്. രാവിലെ കുറച്ച് നേരത്തെ എണീക്കുകയാണെങ്കിൽ പൊള്ളാച്ചിയുടെയും പളനിയുടെയും ഇടയ്ക്കുള്ള കൃഷി സ്ഥലങ്ങൾ, കാറ്റാടിപ്പാടങ്ങൾ, പളനിമല ക്ഷേത്രം, അതുപോലെ തന്നെ കൊടൈക്കനാൽ മലനിരകളും ആ ഒരു സൺറൈസിൻ്റെ മനോഹരമായ കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 7 മണിക്ക് എത്തേണ്ട ട്രെയിൻ 7:40 ഒടൻചത്രത്തിലെത്തി. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലെത്താൻ സാധിക്കും. അവിടുന്ന് കീരന്നൂർ ഗ്രാമത്തിലോട്ടുള്ള ബസ്സാണ് നമ്മൾ എടുക്കേണ്ടത്. ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ ആ ഒരു ഗ്രാമത്തിൽ എത്തിച്ചേരും. ഒടൻചത്രം എന്നല്ലെങ്കിൽ കീരന്നൂർ ഗ്രാമത്തിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഗ്രാമത്തിൽ നിന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നടന്ന് നമ്മൾ ഈ ഒരു അമ്പലത്തിൻ്റെ ബേസിലെത്തും. അതല്ലെങ്കിൽ ബസ്സുകാരോട് പറയുകയാണെങ്കിൽ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും നമ്മളെ ഇറക്കും. ഇതാണ് ശ്രീ മല്ലികാർജുന സ്വാമി ക്ഷേത്രം. ഇവിടുന്നാണ് നമുക്ക് ഈ മല കയറി ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു ചെറിയ അമ്പലത്തിലോട്ടും എത്തേണ്ടത്. മുകളിൽ ക്ഷേത്രം ഉള്ളതുകൊണ്ട് തന്നെ ചെരുപ്പിടാതെയാണ് പലരും ഇത് കയറുന്നത്. പിന്നെ കുറച്ച് പേര് ബാഗിൽ ചെരുപ്പ് കൊണ്ടുവച്ചിട്ട് ആദ്യത്തെ ആ ഒരു അമ്പലത്തിൻ്റെ പോർഷൻ കഴിയുമ്പം ഷൂവോ ചെരുപ്പോ ഇടുകയും പിന്നെ മുകളിൽ ക്ഷേത്രം എത്തുമ്പോൾ ചെരുപ്പ് ഒരു തൊഴുതിട്ട് തിരിച്ച് ചെരുപ്പിട്ട് തന്നെ ഇറങ്ങാറുണ്ട്. മലയുടെ മുകളിലെ ക്ഷേത്രം എത്തുന്നവരെ ഇതുപോലെ റോക്കറ്റ് സ്റ്റെപ്സും അതുപോലെ തന്നെ ഹാൻഡ് റെയിൽസും കംപ്ലീറ്റ്ലി അവൈലബിൾ ആണ്. അതുകൊണ്ട് പ്രായമുള്ളവരാണെങ്കിൽ പോലും ഈ ഒരു മല കയറുന്നതാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു ഹാൻഡ് റെയിലൊക്കെ ഗ്രാബ് ചെയ്ത് കയറാവുന്നതാണ്. വൺ സൈഡ് 3.5 കിലോമീറ്ററാണ് ഈ ഒരു ഹൈക്കിൻ്റെ ദൂരം വരുന്നത്. നമുക്കൊരു 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ സമയം വരെ മതിയാവും. ഇനി അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹൈക്കേഴ്സൊക്കെ ആണെങ്കിൽ അരമണിക്കൂർ കൊണ്ടാണെങ്കിലും ഇത് കയറി തീർക്കാം. കാരണം ഈ സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. அதுக்கு மேலே ஒரு சங்கலி பிடிக்காது. ஓ, அதுக்கு மேலே சங்கலி பிடிக்காது. இதுக்கான പറയുന്നത് சங்கலி. കീരന്നൂർ ഗ്രാമത്തിൻ്റെ അറൗണ്ട് ആയിട്ടുള്ള കൃഷി സ്ഥലങ്ങളും ചുറ്റുമുള്ള മലകളും കാറ്റാടിപ്പാടങ്ങളുമാണ് ഇവിടെ നിന്നുള്ള വ്യൂ കിട്ടുന്നത്. ഏകദേശം നമ്മുടെ രാമക്കൽമേട് എന്നൊക്കെ ഉള്ളൊരു വ്യൂ പോലെ തന്നെയാണ് കേട്ടോ. ഓരോ പോയിന്റിലും എക്കോ സിനിമയിലെ പോലെ കുറേ പട്ടികളെയും ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഇത് മലമുകളിലുള്ളതുകൊണ്ട് തന്നെ അധികം ഫുഡൊന്നും കിട്ടാണ്ട് ഒത്തിരി ക്ഷീണിച്ചിരിക്കുന്ന പട്ടികളാണ് ഇവിടെ കൂടുതലുള്ളത്. നമ്മൾ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുത്തു. കുറേ കുഞ്ഞുങ്ങളും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മല കയറി വരുമ്പം യുവമാർക്കുള്ള എന്തെങ്കിലും കൂടെ കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും. അവസാനത്തെ ഒരു കിലോമീറ്ററിലാണ് മല കുറച്ചുകൂടെ സ്റ്റീപ്പ് ആവുന്നത്. സൗത്ത് ഇന്ത്യയിലെ ഹരിഹർ ഫോർട്ട് എന്നൊക്കെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അത് ഹരിഹർ ഫോർട്ട് പോയിട്ടില്ലാത്ത ആരെങ്കിലും ആയിരിക്കും അങ്ങനെ വിശേഷിപ്പിച്ചേക്കുന്നത്. കാരണം ഇത് വളരെ ഈസി ആയിട്ടുള്ള ഹൈക്കാണ്. പ്രത്യേകിച്ച് അത്ര ചലഞ്ചിങ് ആയിട്ട് ഒത്തിരി അഡ്വഞ്ചറസ് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഹാൻഡ് റെയിൽസും കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു പാത്താണെങ്കിലും ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇത് ഒരു ബിഗിനർ ആയിട്ടുള്ളവർക്ക് പോലും വളരെ ഈസി ആയിട്ട് കയറി തീർക്കാൻ പറ്റിയ ഒരു പാതയാണ്. ആവശ്യത്തിന് വെള്ളം കരുതേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും അത്യാവശ്യം വെയിലാവും. പ്രത്യേകിച്ച് ഈ സമയം ആയതുകൊണ്ട് ഞങ്ങൾ കയറിയ സമയത്ത് കുറച്ചൊന്ന് മൂടി കിടക്കുമായിരുന്നു. അതുകൊണ്ട് വലിയ വെയിലില്ലായിരുന്നു. കയറുന്ന ഒരു പാത്താണെങ്കിലും ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് ഞങ്ങളെത്തി. ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
ഇവിടെ അറ്റ് എ ടൈം ഒത്തിരി പേരെ കയറ്റത്തില്ല. അതുപോലെ തന്നെ ഏറ്റവും അകത്തോട്ട് ക്യാമറയും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് കയറി കഴിഞ്ഞപ്പോൾ അവർ ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അകത്തെ ഫുട്ടേജസ് അധികം എടുക്കാൻ പറ്റിയില്ല. തിരിച്ചിറങ്ങിയ സമയത്താണ് ഇതിൻ്റെ അകത്ത് ഞങ്ങൾ കയറിയത്. കാരണം വെയിലാകുന്നതിന് മുമ്പ് ടോപ്പിലെത്താനാണ് ആദ്യം നോക്കിയത്. അങ്ങനെ മലയുടെ ടോപ്പ് ഏകദേശം എത്താറായിട്ടുണ്ട്. നമ്മൾ റീലൊക്കെ കൊണ്ടുവരെങ്കിൽ സെർച്ച് ചെയ്യണമെങ്കിൽ ആൾക്കാരിങ്ങനെ ചെയിനിലൊക്കെ പിടിച്ച് കയറുന്ന ഒരു പോർഷനുണ്ട്. അത് ഈ ഒരു ടേൺ കഴിഞ്ഞിട്ടാണ്. നമ്മൾ റീലിലൊക്കെ കാണുമ്പോൾ ഈ ഒരു പോർഷൻ ഭയങ്കര ഹാർഡാന്നൊക്കെ തോന്നും. പക്ഷേ ആ ചെയിനിൻ്റെ ആവശ്യം പോലും ഇല്ലെന്നുള്ളതാണ്. ഒരുപക്ഷെ പ്രായമുള്ളവർക്കോ അല്ലെങ്കിൽ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ അത് സപ്പോർട്ടിങ് ആണെങ്കിലും നോർമൽ ഹൈക്ക് ചെയ്യുന്നവരോ ട്രെക്ക് ചെയ്യുന്നവർക്കൊക്കെ ആ ചെയിനിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഇവിടെ സിമ്പിളായിട്ട് കയറാൻ പറ്റുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈക്കിങ് ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലിയാണ്. നിങ്ങളിപ്പോൾ അധികം യാത്രകളൊന്നും ചെയ്തിട്ടില്ല, കുറച്ച് ഹൈക്ക് ചെയ്യണം ട്രെക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അധികം ബഡ്ജറ്റൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഹൈക്കിംഗ് ആണ് ഈ ഒരു കൊൺട്രിങ്ങി ഹിൽസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് വളരെ ലോ എക്സ്പെൻസേ വരുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ ജനറൽ ടിക്കറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 110 രൂപ എടുത്തേ വരുന്നുള്ളൂ എറണാകുളത്തുനിന്ന്. അപ്പോൾ ട്രെയിൻ എക്സ്പെൻസും ബസ്സിന് 30 രൂപ എന്താണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ ട്രാവൽ എക്സ്പെൻസ് തന്നെ ഏകദേശം ഒരു 300 രൂപ താഴെയാണ്. പിന്നെ ഫുഡും കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിയാൽ പോലും നമുക്കൊരു 500 രൂപയ്ക്ക് വേണമെങ്കിൽ ഈ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഒരു ദിവസം ആണ് സമയം വേണ്ടത്. അത് ട്രെയിനിൻ്റെ ആ ഒരു ടൈമിംഗ് വെച്ചുകൊണ്ടാണ്. നമുക്കിവിടുന്ന് റിട്ടേൺ ട്രെയിന് വൈകിട്ട് 5:30 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഹൈക്കൊക്കെ ചെയ്ത് ഏകദേശം ഉച്ചയാകുമ്പോൾ തിരിച്ച് നമുക്ക് താഴെ എത്താൻ സാധിക്കും. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഈ അമ്പല പരിസരത്തൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്ത് നമുക്ക് ഒടഞ്ചിത്രത്ത് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എത്തിയാലും മതി. അപ്പം ഒരു ദിവസം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വളരെ സാവധാനം ഈ ചുറ്റുള്ള ഗ്രാമങ്ങളും എല്ലാം കണ്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് തിരിച്ചെത്താവുന്നതാണ്. ഈ ഒരു യാത്രയിൽ രഞ്ജീനെ മീറ്റ് ചെയ്യാൻ പറ്റി. പാഷനേറ്റ് ട്രാവലർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും അതുപോലെ യൂട്യൂബ് അക്കൗണ്ടൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇന്ത്യയിലുടനീളം തന്നെ ലോ ബഡ്ജറ്റിൽ ട്രാവൽ ചെയ്തതിൻ്റെ ബ്യൂട്ടിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത വളരെ ഇൻസ്പിറേഷണലായിട്ടൊരു ട്രാവലർ കൂടെയാണ്. അപ്പം ഈ ഒരു യാത്രയിൽ രഞ്ജി ഒപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു ബ്രോ കൂടി ഉണ്ടായിരുന്നു. ആളുടെ ആദ്യത്തെ ട്രാവലാണ്. എൻജിനീയറിങ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആൾ ഫ്രണ്ട്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് വന്നതാണ്. അപ്പം അമൃത എക്സ്പ്രസ്സിന് തന്നെയാണ് ആളും വന്നത്. അപ്പം ആൾ അരമണിക്കൂറൊക്കെ കൊണ്ട് ഓടിച്ചാടിയൊക്കെ കയറുന്നുണ്ടായിരുന്നു. നമുക്ക് പിന്നെ പോയിട്ട് ധൃതിയില്ലാത്തതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് ഇത് ട്രക്കിംഗ് മൊത്തം ചെയ്തത്. അപ്പോൾ ഞങ്ങളിനി ഒരുമിച്ച് തിരിച്ചിറങ്ങാൻ പോവുകയാണ്. ചെരുപ്പില്ലാതെ ഇറങ്ങിയതുകൊണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ കുറച്ച് പതുക്കെയാണ് ഇറങ്ങിയത്. താഴെ എത്തിയപ്പോൾ ഇവിടെ അമ്പലത്തിൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഈ ഒരു പരിസരത്ത് കുറച്ച് തണലത്തൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് 3:30 ആയപ്പോൾ ബസ് കയറി ഒടഞ്ചിത്രത്തിന് പോയി. പിന്നെ അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയി വെയിറ്റ് ചെയ്ത് 5:30 ട്രെയിനിനാണ് എറണാകുളത്തോട്ട് തിരിച്ചു പോയത്. ഒരു വെള്ളിയാഴ്ചയാണ് ഈ ഒരു ഹൈക്കിംഗ് ചെയ്തത്. ഇട ദിവസമാണെങ്കിലും അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. നമ്മൾ രാവിലെ കയറിയ സമയത്ത് ഒരുപാട് പേരില്ലായിരുന്നു. പക്ഷേ ഉച്ചയൊക്കെ ആയപ്പോഴേക്ക് ഈ അമ്പല പരിസരത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവിടെ സ്റ്റുഡൻസൊക്കെ യൂണിഫോമിൽ പോകുന്നുണ്ട്. ക്ലാസ് കട്ട് ചെയ്ത് വന്നവനേ സാധ്യതയുള്ളൂ. ഈ ഒരു മലയിൽ നിന്നുള്ള സൺറൈസിൻ്റെയും സൺസെറ്റിൻ്റെയും വ്യൂ ഗംഭീരമാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ട്രെയിനിൻ്റെ ടൈമിംഗ് ഒക്കെ പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ എത്തിയപ്പം രാവിലെ 9:30 ഒടഞ്ചത്രത്ത് നിന്ന് ഈ ഗ്രാമത്തിലോട്ടുള്ള ആദ്യത്തെ ബസ് 6:45 അപ്പോൾ നിങ്ങൾ തലേന്ന് ഒടഞ്ചത്രത്ത് എത്തി സ്റ്റേ അടിച്ചിട്ട് രാവിലെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നേരത്തെ എത്താൻ സാധിക്കും. ആ ഒരു സൺറൈസിൻ്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഡയറക്റ്റ് ട്രെയിൻസ് അപ്പോൾ കുറവായിരിക്കും. നിങ്ങൾ കോയമ്പത്തൂർ അല്ലെ പാലക്കാടൊക്കെ വന്ന് കയറി ഇറങ്ങി വരേണ്ടി വരും. അതല്ലെങ്കിൽ നിങ്ങൾ ബൈക്കിനോ മറ്റ് പ്രൈവറ്റ് വണ്ടികൾക്കോ വരുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വളരെ ചെറിയ ബഡ്ജറ്റിൽ ഫ്രണ്ട്സ് ഒത്ത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഹൈക്ക് ചെയ്ത് പോവാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.